ഹലോ, എല്ലാവരും അടിപൊളിയായിരിക്കണമെന്ന് വിചാരിക്കുന്നു. സോ ഒന്നോ രണ്ടോ പേര് എന്റെ കമന്റ് ബോക്സിനകത്ത് യൂട്യൂബിനകത്തും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടും ഇനി എന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും പ്ലസ് ഇനി അങ്ങോട്ട് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്റെ പ്ലാൻസ് എന്താണെന്നൊക്കെ പറയുന്നത് ചെറിയൊരു വീഡിയോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഞാൻ അതിലോട്ട് കിടക്കണേക്കാളും മുന്നായിട്ട് എന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എന്റെ ഒരു വിഷൻ എന്താണെന്ന് ചെറുതായിട്ട് നിങ്ങളോട് പറയാം. ഇപ്പോഴത്തെ ലൈഫിന്റെ ഒരു ഫേസിൽ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ എന്നെയാ ഫോക്കസ് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവർ എന്ത് ചെയ്യണോ, മറ്റുള്ളവരെക്കാളും പിന്നിലാണോ മുന്നിലാണോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ എന്നെ ഡെയിലി കുറച്ച് ഇംപ്രൂവ് ചെയ്യാൻ, കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാൻ, എന്താ പറയുക, എന്റെ വർക്ക് ആയിക്കോട്ടെ, എന്റെ വീഡിയോസ് ആയിക്കോട്ടെ, ഞാൻ മെയിൻ ആയിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇതിനെ പറ്റി ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം നമ്മുടെ ഫോക്കസ് എവിടെയാണോ പോകുന്നത് അവിടെ നമ്മുടെ എനർജി ഫ്ലോ ചെയ്യും. നമ്മുടെ എനർജി എവിടെയാണോ പോകുന്നത് ആ കാര്യം നമ്മുടെ ലൈഫിൽ ആംപ്ലിഫൈ ആവും, ഇൻക്രീസ് ആവും. സോ ഞാൻ കുറെ ടൈം ഒരുപാട് കഴിഞ്ഞ ഒരു 1.5 വർഷത്തോളം ലൈക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യണോ, ലൈക്ക് അത് അവിടെ കോമ്പറ്റീഷൻ ആണ്, ഇവിടെ കോമ്പറ്റീഷൻ ആണ്, ലൈക്ക് അങ്ങനെ വേറുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫ് കുത്തൻ ഇങ്ങനെ വരുമായിരുന്നു ചെയ്തത്. അറ്റ് ദ സെയിം ടൈം ഇനി എനിക്ക് അതിനൊരു അങ്ങനെ ചിന്തിച്ചിരിക്കാനുള്ള ടൈമില്ല. സോ ഇറ്റ്സ് ടൈം ടു ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ മീ, ടു ഡെവലപ്പ് മീ, ടു ഇംപ്രൂവ് മീ. ഇപ്പൊ എന്റെ വേൾഡ് ഫുൾ എന്നെ ചുറ്റുപറ്റി നടക്കുന്നത്, വേറെ ഒന്നും അതിനുള്ളിലില്ല, ടു ബി ഓണസ്റ്റ്. അത് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഒരു മോർണിംഗ് 5 AM കഴിഞ്ഞ 10-13 ദിവസം എണീക്കുന്നതാണെങ്കിലും ഞാൻ കഴിഞ്ഞ ഒരു 13 ദിവസം ഡെയിലി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നതിനൊക്കെ റീസൺ ഇതാണ്. ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബിനകത്ത് ഡെയിലി ഇടാത്തുള്ള റീസൺ ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് തന്നെ ഞാൻ 2 ട്രയൽ റീൽ ഒരു ദിവസം ഇടും, അതുകൂടാതെ ഒരു നോർമൽ വീഡിയോ ഇടും. ടോട്ടൽ 3 വീഡിയോ ആണ് ഒരു ദിവസം എന്റെ ഒരു അക്കൗണ്ടിനകത്ത് പോകുന്നത്. അത് കൂടാതെ എനിക്കൊരു വേറെ ലാംഗ്വേജിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ 0 സംതിങ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ആണെങ്കിലും ഒരു ദിവസം 1-2 വീഡിയോ ഞാൻ അവിടെ ഇടേണ്ടി വരുന്നുണ്ട്. ഒരു ദിവസം തന്നെ ഒരു 4-5 വീഡിയോ എങ്ങനെ പോയാലും എനിക്ക് എന്ത് ചെയ്യണം, ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയണത്ര എളുപ്പമല്ലാന്ന് വീഡിയോസ് ഇടുന്ന ആൾക്കാർക്ക് അറിയാം. കാരണം ഇതിനെ കുറിച്ചിട്ട് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണം, അത് എടുക്കണം, ആൻഡ് എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഒരു എങ്ങനെ പോലും ടൈം എടുക്കും. നമ്മൾ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നെങ്കിലും ഒരു സിമ്പിൾ കട്ടിങ്സ് ആണ്, കളർ ഗ്രേഡിംഗ് ആണെങ്കിൽ പോലും എങ്ങനെ പോലും ഒരു വീഡിയോയ്ക്ക് 15-20 മിനിറ്റ് എടുക്കാതിരിക്കില്ലല്ലോ. അതും ചില വീഡിയോയ്ക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അപ്പൊ അതൊക്കെ ചെയ്തിടുമ്പോഴേക്കും അവിടെ ഒരു പെർട്ടിക്കുലർ ടൈം പോയി. അതല്ലാതെ ഞാൻ എന്റെ ബിസിനസ് ഓൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു മെജോറിറ്റി ടൈം, കാരണം ഇപ്പൊ ഞാൻ ഇടുന്ന ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എനിക്ക് അവിടെ നിന്ന് വലിയ എനിക്ക് ഫൈനാൻഷ്യലി ഒന്നും എനിക്ക് വരുന്നില്ല. ബാർട്ടർ കൊളാപ്സ് ചെയ്യാറുണ്ട്. അതായത് പണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡ്രസ്സസിന്റെ അതേപോലെ തന്നെ ജ്വല്ലറീസ് അങ്ങനത്തെ എന്താ പറയാ അക്സസറീസ് ഉണ്ടാവുമല്ലോ, അതിന്റെയൊക്കെ എനിക്ക് യൂസ്ഫുൾ ആണെന്നുള്ളത് മാത്രമാണ് എന്താ പറയാ ഞാൻ എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് ബാർട്ടർ കൊളാബ് ചെയ്യുന്നുണ്ടാവുക. അല്ലാത്ത പക്ഷെ ഞാൻ പെയ്ഡ് ആയിട്ടുള്ള ചില കൊളാബ്സ് വന്നിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ളതല്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത പക്ഷേ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും. എന്റെ അക്കൗണ്ട് ഞാൻ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാനല്ല ആഗ്രഹിക്കുന്നത്. എനിക്ക് ഓക്കെ ആയിട്ടുള്ള അറ്റ് ദ സെയിം ടൈം എന്റെ ഫോളോവേഴ്സിന് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന കൊളാബ്സ് മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. അങ്ങനെ തന്നെ പോകാനാണ് ഇനിയും എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ യൂട്യൂബ് നോക്കുകയാണെങ്കിലും എന്താ പറയാ മോണിറ്റൈസ് ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവിടുന്ന് പേയ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഞാൻ ഈ 2 സോഷ്യൽ മീഡിയയിലും ടൈമും എഫേർട്ടും എനർജിയും ഒക്കെ ഇടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഫൈനാൻഷ്യലി എനിക്ക് അവിടുന്ന് ഒരു ഇൻകമും കാര്യങ്ങളും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും ഇപ്പോൾ ഇവിടെ റിവീൽ ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും ആഫ്റ്റർ 1 year ഞാൻ ചെയ്യുന്ന അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരും. ബട്ട് നൗ ഐ എം ബിൽഡിംഗ് സംതിങ് ഫ്രം സീറോ ആൻഡ് ഫ്രം സ്ക്രാച്ച് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പൊ ഞാൻ അവിടെ ഫോക്കസ് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഫൈനാൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശരിയല്ലേ? എന്തൊക്കെ നമ്മുടെ പാഷൻ ആണ്, കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫൈനാൻസ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. സോ എനിക്ക് അവിടെ എന്റെ മെജോറിറ്റി ടൈം കൊടുത്തേ പറ്റൂ. അപ്പൊ അതിന്റെ കൂടെയാണ് ഞാൻ ഇതും ചെയ്യുന്നത്. ഇപ്പോഴത്തെ കറന്റ് ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കി എന്റെ വർക്ക് നോക്കുമ്പോഴേക്കും എന്റെ മെജോറിറ്റി ഓഫ് ടൈം അവിടെ കഴിഞ്ഞു. അപ്പൊ അതുകൂടാതെ യൂട്യൂബിനകത്ത് വീഡിയോ ഇടാനുള്ള ഒരു അതായത് ഡെയിലി അല്ലെങ്കിൽ ഒരു അൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും വീഡിയോസ് ഇടാൻ ഒരു ടൈം ഇല്ല. അത് ഷോർട്ട് വീഡിയോസ് പോലെ അല്ലല്ലോ, കുറച്ച് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആയിട്ട് ഇരിക്കണം. ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ ഒരു 20 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോക്ക് സെയിം ഒരു എന്താ പറയാ 40 മിനിറ്റ് ഒരു 1 hour എടുക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ എവറി ഡേ ഞാൻ ആ ഒരു ടൈം അത് ആ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാനും ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ടൈം എടുത്ത് കൊടുക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ അതുള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിനകത്ത് ആക്റ്റീവ് ആവാതിരുന്നത്. എനിക്ക് ചെയ്യണമെന്നുണ്ടായിട്ടാണെങ്കിലും ഞാൻ ചെയ്യാതിരുന്നത്. പക്ഷേ ഈ 1-2 കമന്റ് ആണെങ്കിലും അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ മില്യൺ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉള്ള ഒരാളല്ല. ബട്ട് സ്റ്റിൽ ദോസ് പീപ്പിൾ ഫോളോയിങ് മീ, ദേ ആർ വാല്യൂയിങ് മീ, അല്ലെങ്കിൽ അവരെന്താ പറയാ എന്റെ വീഡിയോസ് വേണമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഐ എം ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹു ഈസ് സബ്സ്ക്രൈബിംഗ് മീ ഓൺ യൂട്യൂബ്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഓക്കെ, അതായത് എന്താ പറയുക എന്നെ സംബന്ധിച്ചാൽ എനിക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പോലെ തന്നെയാണ് ഞാൻ ഓരോ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഓരോ എന്റെ വാക്കുകൾ എന്റെ വായിൽ വരുന്നത് അങ്ങനെ തന്നെയാണ്. അത് വിചാരിച്ചിട്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചാൽ ആ മില്യൺസിനോളം ഈക്വൽ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബെസ്റ്റ് എഫേർട്ട് കൊടുത്തിട്ടാണ് ഓരോ കണ്ടന്റ് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നതാണെങ്കിലും. എനിക്ക് ആ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്. ബട്ട് വൺസ് ഞാൻ അത് കമ്മിറ്റ് ചെയ്ത് എനിക്ക് അവിടെ ബാക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. എത്ര ദിവസം ഇടുന്നു പറഞ്ഞാൽ ഇട്ടേ പറ്റൂ. സോ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബട്ട് ഫൈനലി ഐ ടുക്ക് എ ഡിസിഷൻ ദാറ്റ് ഇന്ന് 5th February 2026 ആണ്. അപ്പോൾ ഈ വർഷം കഴിയാനായിട്ട് ഇനി 360 ദിവസമേ ഉള്ളൂ. അപ്പൊ ഈ 365 ഡേയ്സിലും എവറി ഡേ ഇടാന്ന് പറഞ്ഞാൽ എനിക്കത് പോസിബിൾ അല്ല. ബട്ട് ഐ എം ഗോയിങ് ഫോർ 180 days 180 വീഡിയോ ചാലഞ്ച് എല്ലാ ആൾട്ടർനേറ്റീവ് ഡേയ്സിലും. വൺസ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നോ മാറ്റർ വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് മീ ബട്ട് ഐ വിൽ ഡു ഇറ്റ്. എനിഹൗ മെജോറിറ്റി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ടോക്കിംഗ് വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത ഓപ്ഷൻ ബ്ലോഗ്സ് ആയിരിക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഇന്ന് തൊട്ടുള്ള ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഡെഫിനറ്റ്ലി എന്റെ ചാനലിനകത്ത് വീഡിയോസ് വരും. ആൻഡ് എന്റെ വീഡിയോനകത്ത് ഈവൻ ബ്ലോഗ്സ് ആണെങ്കിൽ പോലും ഐ ട്രൈ ടു ആഡ് സംതിങ് ദാറ്റ് നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പടി നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻ ഫർദർ വീഡിയോസ് ഓൾസോ ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ.
സോ ഇതാണ് എന്റെ യൂട്യൂബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ. അതെനിക്ക് നിങ്ങളോട് വ്യക്തമായിട്ട് പറയണം തോന്നി. ദാറ്റ്സ് വൈ ഐ എം റെക്കോർഡിംഗ് ദിസ് വീഡിയോ. ആൻഡ് ഓൾസോ ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്തും ചാലഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഞാൻ അക്കൗണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതും ചെക്ക് ഔട്ട് ചെയ്യാൻ. അവിടെ ഞാനോട് കണക്റ്റഡ് ആയിരിക്കാം.